സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നുവേണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. CPIM തുരുത്തിപ്പുറം കുടുംബസംഗമവും പ്രതിഭാസംഗമവും സംഘടിപ്പിച്ചു. CPIM നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ നടക്കുന്ന ജനസഭയുടെ ഭാഗമായി 2025 ഓഗസ്റ്റ് 24 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് തുരുത്തിപ്പുറം ഭാഗ്യധാര ഷോപ്പിംഗ് കോംപ്ലക്സ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന തുരുത്തിപ്പുറം കുടുംബ സംഗമവും പ്രതിഭാസംഗമവും പറവൂർ ഏരിയ സെക്രട്ടറി TV നിതിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പര്യായം ഏതെന്ന് ചോദിച്ചാൽ ആ പര്യായമാണ് CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. വർത്തമാനകാലത്ത് ഈ പാർട്ടി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട ആവശ്യകത ഏറുന്നു എന്നുള്ളതാണ് ഇന്നെല്ലാം നമ്മൾ പുറകിലേക്ക് കാണുന്ന വാർത്തകളിലൂടെ എല്ലാം തന്നെ നാം കാണുന്നത്. നാം ചരിത്രത്തിൽ നിന്ന് പരിശോധിക്കുമ്പോഴും ആ ചരിത്രത്തിനകത്ത് നവോത്ഥാനത്തിന്റെ തുടക്കം നമുക്കറിയാം. പിന്നോക്കക്കാരൻ ശിവനെ പ്രതിഷ്ഠിച്ചാൽ മരണപ്പെടുമെന്ന് പറഞ്ഞ സവർണ മേധാവികളുടെ മുന്നിൽ അങ്ങനെ മരണപ്പെടാനുള്ളവനല്ല പിന്നോക്കക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അരിപ്പുറം പുഴയിൽ ഇറങ്ങി ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിച്ച് ആ പ്രതിഷ്ഠയെ ചോദ്യം ചെയ്യാമെന്ന് ചടങ്ങിന്റെ ഭാഗമായി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇവിടെയാണ് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം പുതിയൊരു ബദൽ വികസന പരിപ്രേക്ഷ്യം പരീക്ഷിച്ച് വിജയിച്ചത് 1957 മുതൽ. പിന്നെ ഇവിടെ കേൾക്കുന്ന കുട്ടികൾ, അവാർഡ് വാങ്ങുന്ന കുട്ടികൾ, ഒരു പക്ഷേ നിങ്ങളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഇന്ത്യക്കകത്താണെങ്കിൽ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഞാൻ പറയുന്നില്ല, ഇന്ത്യക്കകത്താണ് നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോകുന്നതെങ്കിൽ അവിടെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു. വടക്കേക്കര ലോക്കൽ സെക്രട്ടറി AB മനോജ്, വാർഡ് മെമ്പറും ചാറക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുമ ശ്രീനിവാസൻ, തുരുത്തിപ്പുറം കിഴക്കേ ബ്രാഞ്ച് സെക്രട്ടറി NS ശ്രീലാൽ എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു. കുടുംബസംഗമം നാട്ടുകാരോടുള്ള ആദരസൂചകമായി സംഘടിപ്പിച്ചതാണെന്നും എല്ലാവർക്കും പങ്കെടുക്കാനാവുന്ന തുറന്ന വേദിയായി പരിപാടി മാറിയതായും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.